പുല്ലുവഴി ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂൾ അലുമിനി ആൻഡ് റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ഇതോടൊപ്പം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും സമ്മാനിച്ചു. സംയുക്ത സമ്മേളനത്തിൽ അനുമോദനവും അനുസ്മരണവും ഉൾപ്പെടെ വിവിധ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. പുല്ലുവഴി ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂൾ അലുമിനി ആൻഡ് റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും അനുസ്മരണവും അധ്യാപികയെ ആദരിക്കലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് ദാനവും സംയുക്തമായി സംഘടിപ്പിച്ചു. മെയ് 31 ശനിയാഴ്ച രാവിലെ പുല്ലുവഴി ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചായിരുന്നു വിവിധ പരിപാടികൾ. പുല്ലുവഴി ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂൾ അലുമിനി ആൻഡ് റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ 15ാം വാർഷിക സമ്മേളനവും തിരഞ്ഞെടുപ്പുമാണ് നടന്നത്. സംയുക്ത സമ്മേളനത്തിൽ ഡോക്ടർ എസ് വിനീത് ആമുഖ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് ആർ.എം. രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യ രക്ഷാധികാരി സി പ്രഭാകരൻ പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ 2010 അലുമിനി ആൻഡ് റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. അന്ന് നമ്മുടെ അഡ്മിഷൻസ് പ്രിൻസിപ്പലുമായിരുന്ന ശ്രീമതി ഇന്ദിരാവതി അമ്മ സാറിൻ്റെ നേതൃത്വത്തിൽ ഏതാനും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ് ഈ അസോസിയേഷൻ രൂപീകരിച്ചത്. ഈ അസോസിയേഷൻ്റെ ആദ്യകാലം മുതൽ സെക്രട്ടറി ആയിരുന്ന കെ.ആർ. തങ്കപ്പനായിരുന്നു. ഇവരെല്ലാം ചേർന്ന് നമ്മുടെ അസോസിയേഷൻ രൂപീകരിക്കുകയും അസോസിയേഷൻ്റെ ഒരു ബൈലോ ഉണ്ടാക്കുകയും ഈ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എല്ലാ വർഷവും വാർഷിക സമ്മേളനവും തെരഞ്ഞെടുപ്പും നടത്തി വരുന്നു. ഓഡിറ്റഡ് അക്കൗണ്ട്, മറ്റ് റിപ്പോർട്ട് തുടങ്ങിയവയെല്ലാം ഈ പൊതുയോഗത്തിൽ അവതരിപ്പിക്കാറുണ്ട്. ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് അധ്യാപികയും എഴുത്തുകാരിയും വിവിധ അവാർഡ് ജേതാവുമായ കെ പ്രഭാവതി മേനോൻ ടീച്ചറിനെ കെ ഉഷ ടീച്ചർ ആദരിച്ചു. വി.എം. ഉണ്ണി പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. കെ.പി. ഗംഗാധരൻ നായർ സാറിനെ എസ് മനോജ് അനുസ്മരിച്ചു. നിരവധി അസോസിയേഷൻ അംഗങ്ങൾ അനുസ്മരണ പ്രഭാഷണത്തിൽ പങ്കുചേർന്നു. 2024-25 അധ്യയന വർഷത്തിൽ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ജില്ലാ പഞ്ചായത്ത് അംഗവും സ്കൂൾ മാനേജർ ഇൻചാർജുമായ ശാരദ മോഹൻ മൊമന്റോ നൽകി ആദരിച്ചു. പ്രിൻസിപ്പൽ സുമിത ബിന്ദു, സ്കൂൾ ഹെഡ് മിസ്റ്റർ സ്മിത താരു, അസോസിയേഷൻ രക്ഷാധികാരികളായ P.I. ശിവരാജൻ, K.M. മത്തായി, കൂടാതെ P.M. സുമു, സദാശിവൻ K.P., C. രാജു, P.M. പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. കൃത്യമായി അതിൻ്റെ പൊതുസമ്മേളനം ചേർന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക, വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുക, ഓരോ മാസവും അല്ലെങ്കിൽ മിക്കവാറും എല്ലാ മാസത്തിലും തന്നെ അതിലെ കമ്മിറ്റികൾ, ചിലപ്പോൾ ഒരു മാസത്തിൽ 1-2 കൂടാറുണ്ട്, കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുക. ഇത് കൂടാതെ വിവിധ വിധത്തിലുള്ള മറ്റ് പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുത്ത് നടപ്പാക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് നാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ സമ്മേളനത്തിൽ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കെ.പി. ഗംഗാൻ സാറിൻ്റെ അനുസ്മരണം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനത്തിൽ സ്കൂളിൽ അതിവിപുലമായ രീതിയിൽ നടത്താറുണ്ട്. ഇപ്പോൾ ഈ തവണത്തെ അസോസിയേഷൻ്റെ കമ്മിറ്റി കൂടിയപ്പോൾ നമുക്ക് ഈ ദിനത്തിൽ അതുകൂടി നടത്തണം. കൂടാതെ SSLC കുട്ടികൾക്കും +2 കുട്ടികൾക്കും A+ കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അവാർഡ് കൊടുക്കണമെന്നും നമ്മൾ തീരുമാനിച്ചു. സാമ്പത്തിക ഞെരുക്കം കൊണ്ട് ക്യാഷ് അവാർഡ് ഈ തവണ നമുക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ആ കുട്ടികളെ ഈ സ്റ്റേജിൽ വിളിച്ചിരുത്തി കൊണ്ടുവന്ന് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരെ അനുമോദിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വിലപ്പെട്ട ഒരു അംഗീകാരം അവർക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. സെക്രട്ടറി M. കൃഷ്ണൻ റിപ്പോർട്ടും ട്രഷറർ G. കൃഷ്ണകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പും നടന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.